Good morning, Miss. മോർണിംഗ്. വായിച്ചോ? ലെസൺ വായിച്ചോ മക്കളത്? എന്ത് ലീഫും വായിച്ചില്ലേ? അതിന് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു. പിന്നെ പറയാനുള്ളത് എന്താണ്? ദില്ലിക്ക് ദർശനീയ സ്ഥാനം അല്ലെ, ദില്ലിയിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതിനെ കുറിച്ച് ഒരു 10 സെന്റൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതാനാവുന്നില്ലെങ്കിൽ എഴുതണ്ട. പിന്നെ അതിനുശേഷം പറഞ്ഞ വ്യാകരണിക്ക് ദൃഷ്ടി से नीचे दिए गए शब्द कौन से सप्ञ शब्द है और क्यों. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ സപ്ഞയാണെന്ന് വേർതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത 4ാമതാണ് നമ്മൾക്ക് പറയാനുള്ളത് അല്ലെ. नीचे दिए गए पुल्लिंग शब्दों के स्त्रीलिंग शब्द लिखिए. താഴെ പുല്ലിംഗ ശബ്ദം കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് വേർഡ് രാജ. രാജ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? റാണി അല്ലേ? രാജ, റാണി. ബാദ്ഷാഹ്. ബാദ്ഷാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ത്രീലിംഗം ബേഗം. ബേഗം എന്നും പറയാം, ബീഗം എന്നും പറയാം. ബേഗം, ബീഗം. എന്താ മിസ്സേ? ബാദ്ഷാഹി. ബേഗം എന്നും പറയാം, ബീഗം എന്നും പറയാം. ബാദ്ഷാഹ്, ബേഗം, ബേഗം. ബീഗം എന്നും പറയാറുണ്ട്. ബീഗം, ബീവിയിലെ ബീഗം കേട്ടോ. ബേഗം അല്ലെങ്കിൽ ബീഗം. നെക്സ്റ്റ് ശാസക്. അതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ശാസിക. ശാസിക. ശാസക് പറഞ്ഞ ഭരണാധിപൻ, ശാസിക. നെക്സ്റ്റ് പുരുഷ്. പുരുഷൻ എന്താണ്? സ്ത്രീ അല്ലേ? സ്ത്രീ. സ്ത്രീ. പുരുഷ്, സ്ത്രീ. നെക്സ്റ്റ് നഗർ, നഗരി. നഗർ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് നഗരി. നഗരി. ഷാഹ്ജാദ, ഷാഹ്ജാദി. ഷാഹ്ജാദ, ഷാഹ്ജാദി. നെക്സ്റ്റ് നർ, നർ. നർ എന്ന് പറഞ്ഞാല് മാതാ. മാതാ എന്നുള്ളത് തായല്ല വരുക, ദയ എന്ന് പറഞ്ഞ ദ. മാതാ, മാ തായല്ല, താധ ദ. മൂന്നാമത്തെ ദ ഇല്ലേ? ഓ മിസ്, നറിന്റേത് മാതായ? മാതാ എന്നുള്ളത് നമ്മുടെ മദർ എന്നില്ലേ, മാതാ എന്നല്ല. വേറൊരു ദ ഇല്ലേ, മൂന്നാമത്തെ ദ, ദയാ എന്നുള്ള എഴുതുന്നതാ. ആ ദായ മാതാക്ക വരുക, മാതാ. നർ കൗവ പറഞ്ഞാല് മാതാ കൗവ എന്നാണ് സ്ത്രീലിംഗ ശബ്ദം. നർ കൗവ പറഞ്ഞാല് കാക്ക, ആൺകാക്കേനെയാണ് നമ്മൾ നർ കൗവ. അതിനാണ് നമ്മൾ നർ ചേർക്കുന്നത്, നർ കൗവ. അപ്പൊ അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതാൻ പറഞ്ഞാല് മാതാ കൗവ എന്ന് എഴുതുക. അപ്പൊ മാതാ എന്ന് എഴുതുമ്പോ തായല്ല വരുക, മൂന്നാമത്തെ ദായാണ് വരിക. അപ്പൊ നർ മാത്രം ചോദിക്കുമ്പോ മാതാ, നർ മാതാ. രാജകുമാർ എന്താണ്? രാജകുമാരി. രാജകുമാർ, രാജകുമാരി. ഒന്നുകൂടി പറഞ്ഞുതരാം. രാജ, റാണി. എവിടെ ഫെയ്ത്ത് പോയി? ഫെയ്ത്തിനെ കാണുന്നില്ലല്ലോ. രാജ, റാണി. ബാഷ, ബേഗം. ശാസക്, ശാസിക. പുരുഷ്, സ്ത്രീ. നഗർ, നഗരി. ഷാഹ്ജാദ, ഷാഹ്ജാദി. നർ, മാതാ. രാജകുമാർ, രാജകുമാരി. ക്ലിയർ ആയോ? സ്ത്രീലിംഗ ശബ്ദം എല്ലാം കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ അല്ലേ? നെക്സ്റ്റ് 5ാമത്തെ. नीचे दिए गए वाक्यों में
सर्वनाम शब्दों को रेखांकित कीजिए। नीचे दिए गए वाक्यों में സർവനാം ശബ്ദോं को രേഖാങ്കിത് കീജിയെ. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ സർവനാമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അണ്ടർലൈൻ ചെയ്യാം. ദിയ പേജ് നമ്പർ 64 അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞത് नीचे दिए गए वाक्यों में सर्वनाम शब्दों को रेखांकित कीजिए. Underline the pronouns in the sentences given below. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ നിന്നും സർവനാമങ്ങൾ പറഞ്ഞാൽ നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യണം. മേം ദില്ലി ഹും അതിൽ ഏതാണ് സർവനാമം ഉള്ളത്? മേം. മേം സർവനാമമാണല്ലോ, നാമത്തിന് പകരം ചേർക്കുന്നതാണ് മേം, ഞാൻ. മേം ദില്ലി ഹും ആജ് കെ ഭാരത് കി രാജധാനി ദില്ലി, അതിൽ മേം എന്നുള്ളതാണ് സർവനാമം. നെക്സ്റ്റ് സബ്സെ പഹലെ എന്നുള്ളതിൽ മുझे എന്നില്ലേ, ആ മുझे എന്ന് റൗണ്ട് ഇട്ടാൽ അവിടെ എന്ത് വരും? മേം ആണ് വരിക. മേമിനോട് കൂടി കോപ്രത്യയം ചേരുമ്പോഴാണ് മുജുക്കോ മുझे എന്ന് വരിക. മേമിനോട് കൂടി കോപ്രത്യയം ചേരുമ്പോ മുജുക്കേന്നും അതുപോലെ മുझेയും ആയിട്ട് വരും. അതും അവിടെയും മേം തന്നെയാണ്. മുझे തോമർ വംശിക്കെ ഏക് മുഖിയാനെ ബസായാ ഥാ. അതിനുശേഷം വരുന്ന സെന്റൻസ് ഉസ്കെ ബാദ് എന്നുള്ളതിൽ ഉസ്കെ എന്നുള്ളതില് വാഹ് സർവനാമമാണ്. ഉസ്കെ എന്നുള്ളതില് സർവനാമം ഉസ്കെ എന്നുള്ളതിൽ റൗണ്ട് ഇടുക. യെസ്, ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടി പറയാം. അതായത് മേം ദില്ലി ഹും എന്നുള്ളതില് മേം സർവനാമമാണ്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള സർവനാമം ഒളിഞ്ഞിരിക്കുന്നേ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പെട്ടെന്ന്. അതായത് സെക്കൻഡ് ലൈനിൽ സബ്സെ പഹലെ മുझे എന്ന് കണ്ടോ? മുझे എന്ന് പറഞ്ഞാൽ എനിക്ക്. സബ്സെ പഹലെ മുझे എന്നുള്ളതിൽ റൗണ്ട് ഇടുക. ആ മുझे എന്നുള്ളതില് മുझे എന്നതല്ല സർവനാമം, പകരോ മേം. മേമിനോട് കൂടി കോപ്രത്യയം ചേർന്നതാണ് മുझे. അപ്പൊ മുझे എന്നുള്ളതിൽ റൗണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യണം? അവിടെ മേം എഴുതി വെക്കുക. മിസ് അതൊരു ചാർട്ട് വരച്ചിട്ട് 6ാം ക്ലാസ്സിന് എഴുതി കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്കും അത് അയച്ചു തരാം. നിങ്ങളതൊന്ന് എഴുതി നോട്ടിലേക്ക് വരച്ചു വെച്ചോ. സർവനാമം അതിനോട് വിഭക്തി പ്രത്യയം ചേർന്നിട്ട് അതിന്റെ മീനിങ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്ന് ചാർട്ട് വരച്ച് അയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അയച്ചു തരാം. നിങ്ങളൊന്ന് നോട്ടില് റഫർ എഴുതി വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഇല്ല നിങ്ങളെ സ്വന്തം നോട്ടിൽ തന്നെ എഴുതി വെക്കുക. അത് സ്ഥിരമായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും അത് മതി. അപ്പൊ മുझे എന്നുള്ളതില് മേം സർവനാമമായിട്ട് എഴുതുക. തോമർ വംശിക്ക് ഏക് മുഖിയാനെ ബസായാ ഥാ. പിന്നെ അതിനുശേഷം വരുന്നത് ഉസ്കെ ബാദ് എന്നുണ്ട്. ഉസ്കെ ബാദ് നിലയിൽ ഉസ്കെ റൗണ്ട് ഇടുക, അവിടെ വഹ് എന്ന് എഴുതി വെക്കുക. വഹിനോട് കൂടി കെ പ്രത്യയം ചേർന്നതാണ് ഉസ്കെ. വഹ് പ്ലസ് കെ ആണ് ഉസ്കെ. അപ്പൊ അവിടെ ഉസ്കെ എന്ന് റൗണ്ട് ഇട്ടിട്ട് അവിടെ വഹ് ചേർക്കുക. ഉസ്കെ ബാദ് പിന്നെ മേം ഒന്നുകൂടി ഉണ്ട്, ആ മേം റൗണ്ട് ഇടുക. റൗണ്ടിൽ അണ്ടർലൈൻ ചെയ്യാനാ പറഞ്ഞത്. മേം ചൗഹാൻ രാജാക്കി നഗരി ബനി. അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ചൗഹാൻ കെ സമയ് മേര. പൃഥ്വിരാജ് ചൗഹാൻ കെ സമയ് മേര എന്നുണ്ട്. മേര എന്നുള്ളത് മേമിനോട് കൂടി കാ പ്രത്യയം ചേരുന്നതാണ്. അപ്പൊ മേര എന്നല്ലേ അണ്ടർലൈൻ ചെയ്യാം. മേര മേരാ സൗന്ദര്യ ദർശനീയത അടയാളപ്പെടുത്തിയോ? पृथ्वीराज चौहान से जब मोहम्मद गोरी ने युद्ध ठाना तो पहली बार वह हार गया नंडा. അതിൽ वह മാർക്ക് ചെയ്യാം. वह पृथ्वीराज चौहान से जब मोहम्मद गोरी ने युद्ध ठाना तो पहली बार वह हार गया. वह അടുത്തത് ലേക്കിൻ ഉസ്കി. ഉസ്കി എന്ന് പറഞ്ഞാൽ വാഹിനോട് കൂടി കീ പ്രത്യയം ചേർന്നാണ്. അപ്പൊ ഉസ്കിയിലെ അണ്ടർലൈൻ ചെയ്യാം.
ബ്രാക്കറ്റിൽ വേണമെങ്കിൽ വഹ് എന്ന് എഴുതി വെക്കും ചെയ്യാം. വഹിനോട് കൂടി കീ പ്രത്യയം ചേർന്നാണ് ഉസ്കി. ഉസ്കി ആംഖേം തോ മുജ്പർ. മുജ്പർ എന്നിലെ മേമിനോട് കൂടി പറഞ്ഞിലെ പ്രത്യയം ചേർന്നാണ് മുജ്പർ. അപ്പൊ മുജ്പർ നിലയില് മേം എന്നത് സർവനാമമാണ്. അപ്പൊ മുജ്പർ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. മിസ് ഉസ്കി ഉണ്ടോ അതിനു മുമ്പ്? ഉണ്ട്, ലേക്കിൻ കഴിഞ്ഞ് ഉസ്കി ഉണ്ട്. ഉസ്കി പറഞ്ഞ വാക്കിനോട് കൂടി കീ പ്രത്യയം ചെയ്യുന്നത്. അപ്പൊ അതും ഒന്ന് മാർക്ക് ചെയ്യണം. ഉസ്കി എന്നാവും. പിന്നെ അതുപോലെ മുജ്പർ. മുജ്പർ എന്നല്ലേ മേം പ്ലസ് പർ ആണ്. മാർക്ക് ചെയ്തു എല്ലാവരും? ഒന്നുകൂടി ഞാൻ പറയാം, മാർക്ക് ചെയ്ത് നോക്കിക്കോ. മേം ദില്ലി ഹോം, അതിൽ മേം സർവനാമം, മേം അണ്ടർലൈൻ ചെയ്യാ. आज के भारत की राजधानी दिल्ली. सबसे पहले मुझे, मुझे अंडरलाइन ചെയ്യാ. मुझे तोमर वंशी के एक मुखिया ने बसाया था. उसके बाद, उसके എന്നുള്ളതിൽ അണ്ടർലൈൻ ചെയ്യാ. മേം, മേം അണ്ടർലൈൻ ചെയ്യാ. മേം चौहान राजाओं की नगरी बनी. पृथ्वीराज चौहान के समय मेरा सौंदर्य दर्शनीय था. मेरा, मेरा എന്നുള്ളത് റൗണ്ട് ചെയ്യാം. पृथ्वीराज चौहान से जब मोहम्मद गोरी ने युद्ध डाना तो पहली बार वह हार गया. वह എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. वह. लेकिन उसकी आंखें तो मुझ पर लगी थी. लेकिन उसकी, उसकी എന്നുള്ളത് റൗണ്ട് ചെയ്യാ. ആംഖേൻ തോ കഴിഞ്ഞിട്ടുള്ള മുജ്പർ സർവനാമമാണ്. മുജ്പർ എന്നിൽ, മുജ്പർ ലഗി थी. മുജ്പർ അണ്ടർലൈൻ ചെയ്യാം. എഴുതിയല്ലോ. नेक्स्ट है, नीचे दिए गए शब्दों का अपने वाक्यों में प्रयोग कीजिए. यूज द वर्ड्स गिवन बिलो इन योर ओन सेंटेंसेस. പരിവർത്തൻ, പരിവർത്തൻ എന്ന് പറഞ്ഞാല് ചേഞ്ച്. അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കുക. പരിവർത്തൻ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും നോക്കിയൊന്ന്. സമ്മാൻ ഓണർ, മുക്ത് ഫ്രീ, ആസാദ് ഇൻഡിപെൻഡന്റ്. എഴുതാൻ പറ്റുമോ? പറ്റുന്നില്ല? എഴുതാൻ പറ്റുമോ? പറ്റുന്നില്ല? പരിവർത്തൻ മാറ്റം, പരിവർത്തൻ. അത് മാറ്റി വന്നുള്ള ഒരു സെന്റൻസ് പറഞ്ഞേ. ഋതു കാ പരിവർത്തൻ ഹെ ബർസാത്ത്. ഋതുക്കളിൽ മാറ്റം വരുന്നതാണ് മഴക്കാലം. എഴുതിക്കൂടെ? ഋതു കാ പരിവർത്തൻ ഹെ, ഋതു കാ പരിവർത്തൻ ഹെ ബർസാത്ത് മഴക്കാലം. ഋതുക്കളിൽ മാറ്റം വരുന്നതാണ് ഒരു മഴക്കാലം. അതിന് ഉദാഹരണമാണ് മഴക്കാലം. അത് വെയിലുണ്ടാവും, അപ്പൊ പിന്നീട് മഴയുണ്ടാവും, പിന്നെ മഞ്ഞുകാലം വരും അല്ലെ. അത് ഋതുക്കളിലെ മാറ്റമാണ്. ഋതു കാ പരിവർത്തൻ ഹെ ബർസാത്ത്. എഴുതിയോ? രണ്ടാമത്തെ സമ്മാൻ. സമ്മാൻ സമ്മാൻ കർണ എന്ന് പറഞ്ഞാല് ആദരിക്കുക, ബഹുമാനിക്കുക. ബഡോങ്ക സമ്മാൻ കർണ ചാഹിയെ. മുതിർന്നവർ നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കുക തന്നെ വേണം. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് എന്താ?
बड़ों का सम्मान करना चाहिए. മുതിർന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. बड़ों का सम्मान करना चाहिए. എഴുതിയോ? बड़ों का सम्मान करना चाहिए. മുക്ത് മുക്ത് പറഞ്ഞാ ഫ്രീ. മുക്ത് പറഞ്ഞ എന്താ ഒരു സെന്റൻസ് പറയാൻ പറ്റുന്നത്? മുക്ത് മിസ് മലയാളം പറയാം. പറഞ്ഞോ. ഒരു കടക്കാരൻ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു മുട്ടായി തന്നു. പറഞ്ഞോ. മിസ് ഞാൻ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് മുക്തരായി. മുക്തി ഇവിടെ മുക്ത് ഫ്രീ എന്ന് പറഞ്ഞാല് ഫ്രീ ആയിട്ട് തന്ന ഇതല്ല. നമ്മള് ഒന്നിൽ നിന്ന് ഒരു അടിമയായിട്ട് നമ്മ ഇങ്ങനെ മോചിക്കപ്പെടൂലേ? ഇവിടെ ഫ്രീ എന്നുള്ള അർത്ഥം എന്താണ്? മോചിതരാവുക, മോചിക്കുക. മുക്ത് പറഞ്ഞാൽ അതാണ് അർത്ഥം, മോചിതരാവുക. അപ്പൊ നമുക്ക് എന്ത് ഇതാ ഫെയ്ത്ത് പറഞ്ഞ പോലെ, ഫെയ്ത്ത് എവിടെയോ മറിഞ്ഞിരുന്നാലും ബോധമുണ്ട്. കണ്ടാ ഫെയ്ത്ത് പറഞ്ഞത് കേട്ടല്ലോ. ഹാം എന്താണ് മിസ്സേ എനിക്ക് ജലദോഷം. മിസ്സേ ജലദോഷ? അതെ മിസ്സേ. എന്തെങ്കിലും ലക്ഷണം ഉണ്ടടാ? കഴിഞ്ഞ വട്ടം വായിക്കാൻ പറഞ്ഞ പോലും പറ്റുന്നില്ലായിരുന്നു. അതെയാ, കൊറോണയുടെ ലക്ഷണം ഉണ്ടടാ? കൊറേ ദിവസമായ ക്വാറന്റൈനിലാണോ? അതെ മിസ്സേ, കൊറേ ദിവസമായി ക്വാറന്റൈനിലാണോ? അതാണോ ഇങ്ങനെ പുറത്തേക്ക് വരാത്തെ? ഉറപ്പാണോ? പനിയുണ്ടാ? ലക്ഷണം വല്ലതുണ്ടെങ്കിൽ വേഗം അറിയിക്കണേ. മിസ്സേ പനി ഉണ്ടായിരുന്നു മിസ്സേ. പനിയും ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പപ്പയെ കൊണ്ടു തന്നെ. പപ്പക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലെ? മാറിയില്ലേ? പപ്പക്ക് മാറിയില്ലേ? പപ്പയ്ക്ക് മാറി. ഇപ്പൊ മമ്മിക്കും ഭയങ്കര പനിയാണ്. അതെയോ? ഗ്രേസിനോ കുഴപ്പമില്ലല്ലോ? ഗ്രേസിന് ജലദോഷവും ചുമയും ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞു. അതെയാ? എനിക്ക് ചെറുതായിട്ടൊരു എനിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കുറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീണ്ടും വന്നു. അതെയാ? എനിക്കും ചെറുതായിട്ട് നിന്റെ ഒരു കാറ്റ് വീശിയത് പോലെ തോന്നുന്നുണ്ട്. ചെറിയൊരു പനിയുടെ ലക്ഷണം എനിക്കും തോന്നുന്നുണ്ട്. നീ ആൻമരിയിലെ കണ്ണ് വിഴിക്കലായി. എനിക്ക് നേരത്തെ ഒരു എന്തോ ഒരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. എന്റെ ലീവ് ആക്കണോ എന്നാ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇപ്പൊ ഇങ്ങനെ പോട്ട് ക്ലാസ് നോക്കാം. അപ്പൊ ഇനി അടുത്തത് മുക്തി. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ എക്സാമ്പിൾ പറഞ്ഞത്? മുക്ത് പറഞ്ഞാൽ മോചിതരാവുക, അതായത് മോചിക്കപ്പെടുക. ഹം അംഗ്രേസി ശാസകോം സേ മുക്ത് ഹുയേ. നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണാധിപത്യത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഹം അംഗ്രേസി ശാസകോം സേ മുക്ത് ഹുയേ. ഹം അംഗ്രേസി ശാസകോം സേ മുക്ത് ഹുയേ. ഇനി അടുത്ത ആസാദ്. ആസാദ് എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പൊ सन 1947 में, അതായത് सन 1947 में हमारा भारत आजाद हुए. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രനായി. सन 1947 സൻ എഴുതുക, 1947 എഴുതുക, മേം എഴുതുക. 1947 1947 പറയാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. सन 1947 में हमारा भारत आजाद हुए. നല്ലൊരു വർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് 7ാമത്തെ വർക്ക് എന്നറിയാ? ലെറ്റർ കിട്ടണേ. ഫോണിലും വാട്സപ്പിലും അയച്ചാ പോരാ, പോസ്റ്റ് വഴി തന്നെ അയക്കണം. കിട്ടോ നോക്കാലോ മറുപടിയും. അപ്പനെ മിത്രക്കോ ദില്ലിക്ക് ബാരമേ പത്ര ലിഖിയെന്നാണ്. എന്താണ്? നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ദില്ലിയെ കുറിച്ച് നിങ്ങൾ കുറച്ച് പഠിച്ചല്ലോ. അപ്പൊ ആ ദില്ലിയെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കത്തയക്കണം നിങ്ങളുടെ ഫ്രണ്ടിന്. കത്ത് കിട്ടുമോ? മലയാളത്തിൽ പോരാ. കത്ത് ഫ്രണ്ടിന് കിട്ടുമോ ഇല്ലയോ? പോസ്റ്റ്മാൻ പോലും ഞെട്ടിപ്പോകും. നമുക്ക് ഏതൊന്നും അയച്ചു നോക്കാം, കിട്ടുമോ നോക്കാം. അപ്പൊ കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ഫ്രണ്ടിന് ഇപ്പൊ പിന്നെ കത്തൊന്നും അയക്കുന്നില്ലല്ലോ. അപ്പൊ മുമ്പ് കാലത്തൊക്കെ ഇപ്പൊ പിന്നെ ഫോണൊക്കെ വാട്സാപ്പില് സെൻഡ് ഹിന്ദിയിൽ എഴുതിയിട്ട്
എളുപ്പപ്പണി. പക്ഷെ ഞാൻ അയച്ചുതരാം. പക്ഷെ അതിനു മുന്നേ അതിന്റെ രൂപം ഒന്ന് ഞാൻ പറഞ്ഞുതരാം, മറന്നു പോകാതിരിക്കാം, പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോഴല്ലേ ഈ വാട്സപ്പും ഒക്കെ വന്നത്, അതായത് മെസ്സേജ് അയക്കൊക്കെ, അതായത് തത്സമയം. മുമ്പ് പണ്ട് കാലത്തൊക്കെ പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ഇവിടുത്തെ കാര്യം ഇപ്പോ എനിക്കിപ്പോ ആൻമരിയോടോ അല്ലെങ്കിൽ ദിയോടോ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കാര്യം വെച്ച് ഞാനൊരു കത്ത് എഴുതും. അത് പോസ്റ്റ് വഴി അയച്ചു കൊടുത്ത് അവിടെ എത്തുമ്പോൾ ഒരാഴ്ച പിടിക്കും. ഒരാഴ്ച കഴിയും എടുത്താൽ ഞാൻ പറയാൻ വിചാരിച്ചു. ഇപ്പൊ എനിക്ക് പറയണമെന്ന് ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ അയക്കാം അല്ലെ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, ഇപ്പൊ തന്നെ അറിയാൻ പറ്റും. മുമ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഈ കത്ത് അയച്ചു കഴിഞ്ഞാല് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് വേണം അവർക്ക് കിട്ടാൻ. പിന്നെ അവര് കിട്ടിയ കത്ത് തുറന്ന് വായിച്ച് അതിന് മറുപടി തിരിച്ചു വരണമെങ്കിൽ വീണ്ടും ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം എടുക്കും എനിക്ക് കിട്ടണമെങ്കിൽ. അങ്ങനെയാണ് മുമ്പ് കാലത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷോണിന്റെ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയണമെങ്കിൽ, ഷോൺ ഇപ്പൊ എനിക്ക് അയക്കണമെങ്കിൽ എത്ര ദിവസം കഴിയും, ഒരു 10 ദിവസമെങ്കിലും എടുക്കും. ഇപ്പൊ അങ്ങനെയല്ല, കാര്യങ്ങളെല്ലാം ഓക്കെ, ഇവിടെ റെഡിയാവും. അത് റെഡിയാവും, അത് ശരിയാണ്. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കല്യാണമൊക്കെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ പറയണമെങ്കിൽ അപ്പോഴേക്കും ഒരു വകയൊക്കെ ആവും. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ വെച്ചാല് എന്താണ് പറഞ്ഞോ. അപ്പൊ കല്യാണക്കുറിയൊക്കെ അയക്കുമ്പോ 10 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും കല്യാണം കഴിയൂലേ? കല്യാണം കഴിയും, അതാ പറഞ്ഞ. അതെല്ലാം പിന്നെ എന്താ പറയണ്ടേ, സാധാ പോസ്റ്റിൽ അയക്കില്ല, ഇതായിട്ട് അയക്കില്ല, കൊറിയർ ആയിട്ട് വേഗം എത്തുന്ന രീതിയിൽ അയക്കുള്ളൂ. ഇപ്പൊ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ അതിന് മാറ്റം വന്നു. നമുക്ക് അന്ന് തന്നെ ആ സമയത്തിൽ തന്നെ എന്താണ് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ കത്ത് എഴുതേണ്ട ഒരു മോഡൽ നിങ്ങൾ പഠിച്ചു വെക്കണം. കത്ത് നമുക്ക് ഇപ്പൊ എഴുതണമെങ്കിൽ നമ്മൾ എപ്പോഴും കത്ത് എഴുതുമ്പോൾ ഏറ്റവും മുകളില് വലത് സൈഡിലായിട്ട് എഴുതുന്നത് സ്ഥലവും ഡേറ്റും ആണ്. ഇപ്പൊ ദിയ എഴുതുന്നെങ്കിൽ ദിയയുടെ സ്ഥലം, വീട് എവിടെയാണോ ആ സ്ഥലവും എഴുതി അതിന്റെ താഴെ എഴുതുന്ന ദിവസത്തെ ഡേറ്റും എഴുതും. ഇപ്പൊ സ്ഥലം പാടിയോട്ടുചാൽ ആണെങ്കിൽ പാടിയോട്ടുചാൽ 3/2/2021 അങ്ങനെ എഴുതി. അത് കത്ത് എഴുതുന്ന ദിവസവും കത്ത് എഴുതുന്ന സ്ഥലം, ആരാണോ എവിടുന്നാണോ എഴുതുന്നത് ആ സ്ഥലത്തിന്റെ പേരും സ്ഥലവും ഡേറ്റും എഴുതണം. അതായത് കത്ത് എഴുതുന്നതിൽ ഫസ്റ്റ് എഴുതേണ്ട കാര്യം, അതിനാണ് മാർക്ക്. നിങ്ങൾ കത്തിൽ എന്ത് എഴുതി എന്നല്ല കാര്യം, നിങ്ങൾ കത്ത് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് കത്തിന്റെ പ്രശ്നം. അപ്പൊ സ്ഥാൻ താരീഖാണ് വലത് സൈഡിൽ മുകളിൽ വേണ്ടത്. പിന്നെ വരുന്നത് നേരെ ഇടത് സൈഡിലോട്ട് വരിക, മാർജിനോട് വരിക. മാർജിനോട് കൂടിയിട്ട് നമ്മൾ എന്ത് എഴുതും, സുഹൃത്തിനാ എഴുതുന്നെങ്കിൽ പ്രിയ മിത്ര എന്ന് എഴുതും. തൊട്ടടുത്ത വരിയില് മാർജിനോട് കൂടിയിട്ട് പ്രിയ മിത്ര എന്ന് അഭിസംബോധന എഴുതും, പ്രിയ കൂട്ടുകാരനാ. ഇനി അല്ലെങ്കിൽ സ്നേഹമുള്ള, അല്ലെങ്കിൽ പ്യാരി ബച്ചോ, നമ്മൾ ഇഷ്ടപ്പെട്ട ആർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഭിസംബോധന മാറ്റും. നേരെ മറിച്ച് അധ്യാപകനയക്കുന്നെങ്കിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഒന്നും പറയില്ല, ആദരണീയ അധ്യാപകജി, ബഹുമാനപ്പെട്ട അധ്യാപകന്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് സുഹൃത്തിനാണ്, അവിടെ നമുക്ക് എന്ത് എഴുതാം. അപ്പൊ പ്രിയ മിത്ര എന്നാണ് അതിനെ അഭിസംബോധന കഴിഞ്ഞ് ഒരു കോമയൊക്കെ ഇടുക. നെക്സ്റ്റ് ലൈനില് എവിടെയാണോ മിത്ര എന്ന് അവസാനിച്ചിട്ട് കോമ ഇട്ടത് അതിന് തൊട്ട് താഴെയാണ് നെക്സ്റ്റ് ലൈൻ നമ്മൾ എഴുതുന്നത്. എന്താണ് അത് നമ്മൾ എഴുതുക, പീഖേന. പീഖേന എന്ന് പറഞ്ഞ എന്താണ്, സുഖം തന്നെയല്ലേ. കത്തിൽ നമ്മള് ഫസ്റ്റ് ലൈൻ എഴുതി പീക്ക് ഹേന, സുഖം തന്നെയല്ലേ. അപ്പൊ അതിന് നമ്മൾ അതിന്റെ ഒന്നിച്ച് തന്നെ ഞങ്ങളെ വിവരം കൂടി അങ്ങോട്ട് പറയണം. എന്താണ്, മേം യഹാം പീക്ക് ഹോം, എനിക്ക് ഇവിടെ സുഖമാണ്. എനിക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. തൊട്ടടുത്ത ലൈൻ നമ്മൾ എന്ത് എഴുതി, മേം യഹാൻ ടീഹും, എനിക്ക് ഇവിടെ സുഖം തന്നെയെന്ന് അപ്പൊ തന്നെ ആ കത്തിൽ കൊടുത്തു. പിന്നെ നമ്മുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും ചോദിക്കുക, നിന്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട് എന്നല്ലേ. അങ്ങനെ ചോദിക്കൂലടാ. തുമാരെ പടായി ലിഖായി കൈസി ഹേ, നിന്റെ പഠന രീതി അല്ലെങ്കിൽ എഴുത്തും വായനയൊക്കെ എങ്ങനെയുണ്ട്, നിന്റെ സ്കൂൾ പഠനം എങ്ങനെയുണ്ട് എന്ന് അർത്ഥം. നിന്റെ പഠനം എങ്ങനെയുണ്ട്, നല്ലതായിട്ട് പോകുന്നുണ്ടോ,
അതാണ് അറിയേണ്ടത്. നല്ലതാണോ? അപ്പൊ പിന്നെ നമുക്ക് എന്താണ് അപ്പൊ ഈ സുഹൃത്തിനോട് പറയാനുള്ളത്? സുഹൃത്തിനോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? ദില്ലിയെ കുറിച്ചാണല്ലേ? ആ അപ്പൊ അടുത്ത വരി തൊട്ടടുത്ത വരി നമ്മൾ എന്ത് എഴുതി? ഞാൻ മേം പിച്ചലേ ഹഫ്തേ മേം കഴിഞ്ഞ ആഴ്ചയില് മേം പിച്ചലേ ഹഫ്തേ മേം ദില്ലി മേം ദില്ലി ഹും നാമക് പാഠ് പഠാ. പാഠ് പഠാ. മേം ദില്ലി ഹും നാമക് പാഠ് പഠാ. പിന്നെയാണ് നമ്മൾ അതിന് ശേഷം ദില്ലിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ സുഹൃത്തിനോട് പറയാനുള്ളതെന്നൊക്കെ ഓർമ്മിച്ചു വെക്കുക. എന്താണ്? ഭാരത് കി നമുക്ക് ഫസ്റ്റ് തന്നെ പറയേണ്ടത് എന്താണ്? ഭാരത് കി രാജധാനി ഹെ ദില്ലി. ഭാരത് കി രാജധാനി ഹെ ദില്ലി. പിന്നെയോ വേറെ നമുക്ക് പറയാനുള്ളത്? ദില്ലിയിലെ കാണാൻ പറ്റിയ ദേഖ്നെ ലായക് അനേക് സ്ഥാൻ ഹെ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ദില്ലിയില്. അത് പറയണ്ടേ നമുക്ക് സുഹൃത്തിനോട്? നമ്മ കണ്ടു അല്ലേ? അനേക് സ്ഥാൻ ഹെ. ജൈസെ ഉദാഹരണത്തിന് ഏതൊക്കെ പറയാം? ലാൽ കില, പിന്നെ വേറെന്താണ്? ലാൽ കില കഴിഞ്ഞാല് കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, ഇന്ത്യ ഗേറ്റ്, ആദിഹെ മുതലായവ ഉണ്ട് അല്ലേ? ലാൽ കില നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ജയ്സെ, ലാൽ കില, കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, ആദിഹെ മുതലായവ ഉണ്ട് എന്ന് പറഞ്ഞു. താജ്മഹൽ, അതൊക്കെ എഴുതാം. ഇന്ത്യ ഗേറ്റ് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് താജ്മഹലും കൂടി കൂട്ടിച്ചേർത്തോളൂ. താജ്മഹൽ, ആദിഹെ മുതലായവയുണ്ട്. വേറെന്ത് എഴുതാം? दिल्ली में संसद भवन और രാഷ്ട്രപതി ഭവൻ भी है അല്ലേ? പാർലമെന്റും രാഷ്ട്രപതി ഭവനും ഉണ്ട്. സംസദ് ഭവൻ और രാഷ്ട്രപതി ഭവൻ भी है മുതലായവയും ഉണ്ട്. तुम भी നീയും ദില്ലി ദേഖ്ന ചാഹത്തെ ഹോ നീയും ദില്ലി കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത്രയും സുഹൃത്തിനെ എഴുതി. നീ ദില്ലി കാണുവാൻ അപ്പൊ ഞാനിപ്പോ ദില്ലിനെ കുറിച്ച് എഴുതുമ്പോ ചോദിക്കൂലേ, എനിക്ക് ദില്ലി കാണാൻ ഇഷ്ടമുണ്ടോ, ദില്ലി കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു പോകും. പിന്നെന്താ എഴുതാ? പിന്നെ നമുക്ക് അതിന്റെ ലാസ്റ്റ് എഴുതുന്നത് മാം ബാപ്പുക്കോ മേരാ നമസ്കാർ. അച്ഛനോടും അമ്മയോടും എന്റെ അന്വേഷണം പറയുക. മേരാ നമസ്കാർ ഫുൾ സ്റ്റോപ്പ് ഇടുക. താഴെ നാം ഹസ്താക്ഷരം പേര് ഒപ്പ്. ഇടത് സൈഡിലെ ടു അഡ്രസ് അത് സേവാമേന്നാ വരുക. ടു അഡ്രസ്സില് സേവാമേം. അവിടെ പദ എന്ന് പറഞ്ഞാൽ അഡ്രസ് മാത്രം എഴുതി വെക്കുക. അന്ന് എന്തായി? ഫ്രണ്ടിന് എഴുതുന്ന കത്തായി. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഫസ്റ്റ് മുകളിലെ വലത് സൈഡിലായിട്ട് എന്ത് വേണം?
ഡേറ്റ്, സ്ഥലവും ഡേറ്റും. നിങ്ങൾ എവിടുന്നാണോ കത്തയക്കുന്നത് കത്ത് പൊളിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. അപ്പൊ മുകളില് സ്ഥലവും ഡേറ്റും കൊടുക്കും. നെക്സ്റ്റ് വേണ്ടത് അവിടെയാണ് അരമാർക്ക്. നിങ്ങളൊരു കത്ത് എഴുതിയാൽ അരമാർക്ക് സ്ഥലവും ഡേറ്റിനാണ്. നെക്സ്റ്റ് അരമാർക്ക് വരുന്ന അഭിസംബോധന നിങ്ങൾ ചെയ്തിട്ടുണ്ടോന്നാണ്. നിങ്ങളിപ്പോ കത്തിലൊരു അഭിസംബോധന വേണം. സുഹൃത്താണെങ്കിൽ പ്രിയമിത്ര, അധ്യാപകനാണെങ്കിൽ ആദരണീയ അധ്യാപകജി, ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിൽ മാനനീയ മഹോദയജി, അങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക. അപ്പൊ അഭിസംബോധനക്കും അരമാർക്കാണ്. പിന്നെയാണ് നിങ്ങൾ എന്താണ് കത്ത് എഴുതുന്നത് അതിന്റെ ഉള്ളടക്കത്തിനാണ് പിന്നെ ബാക്കി വരുന്ന 1 മാർക്ക്. പിന്നെ കത്ത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ എന്ന് സ്വന്തം അല്ലെങ്കിൽ സ്വന്തം നിങ്ങളുടെ ഫ്രണ്ട് എന്ന് എഴുതി പേരെഴുതി ഒപ്പിടുക. അതിന് നേരെ ഇടത് സൈഡിലായിട്ട് ടു അഡ്രസ്, സേവാമേ എന്നാണ് ടു അഡ്രസ്സിനെ ഹിന്ദിയിൽ ഹെഡിങ് കൊടുക്കുക. സേവാമേ 2. അതിന് താഴെ പദ എന്ന് എഴുതി വെച്ചാലും മതി. പദ എന്ന് പറഞ്ഞാല് ആദ്യത്തെ പദ പറഞ്ഞാൽ അഡ്രസ്, വിവരം എന്നർത്ഥം. അല്ലെങ്കിൽ നാം എന്ന് എഴുതി വെച്ചാലും മതി. നാം പദ. ടു അഡ്രസ്സിൽ അവിടെ ആർക്കാണോ കത്തയക്കേണ്ട അവരുടെ അഡ്രസ്സിന്റെ ഇത് മാത്രം അവിടെ എഴുതിച്ചാൽ മതി. പേരും അഡ്രസ്സും ഒന്നും എഴുതി വെക്കണ്ട. ഇത്രയും ചെയ്താലാണ് നിങ്ങളുടെ ഒരു കത്താവുക. ഇത്രയും കാര്യങ്ങൾ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കണം. മിസ് അത് എഴുതി അയച്ചു തരാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും ആ ലെസൺ, ഇതുവരെയുള്ള ലെസൺ എല്ലാം നോട്ടും ടെക്സ്റ്റും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്നെടുത്ത ലെസൺ വരെ എല്ലാവരും എനിക്ക് അയച്ചു തരണം. അയച്ചു തരാത്തവര്, ഇതുവരെ ഒന്നും അയച്ചു തരാത്തവരും ഉണ്ട്. അപ്പൊ ഏതൊക്കെ അയച്ചു തരാൻ ബാക്കിയുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കി അടുത്ത ക്ലാസ്സിന് മുന്നേ തന്നെ, ഇനി വീണ്ടും വിളിക്കാൻ ഇടവരുത്തത്, ഇന്ന് വരെ എഴുതിയത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ, സി യു. നന്നായിട്ട് പഠിക്കണേ. അതായത് നെക്സ്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് പീരിയോഡിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യലായി. അത് നിങ്ങളെ ഫസ്റ്റ് ഉണ്ടായിട്ടേ ഗൂഗിൾ ഫോമില് 25 മാർക്കിന് ഒരു എക്സാം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഒരു എക്സാം ഇപ്പൊ വീണ്ടും തുടങ്ങാറായി. എപ്പോഴാണ്? ഫെബ്രുവരി 15-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 15-ാം തീയതിയാണ്. കേട്ടില്ല കണ്ടില്ല ഒന്നും പറയരുത്. 15-ാം തീയതി വീണ്ടും 25 മാർക്കിന്റെ സെക്കൻഡ് പീരിയോഡിക് എക്സാം തുടങ്ങുകയാണ്. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയാലും ആ 1 വേർഡ് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് നോട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, എല്ലാം റെഡി ആവില്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, ബൈ.